ഖുറാൻ തിരുത്താൻ കഴിയില്ലെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? ഇല്ല, അങ്ങനെയൊന്നും വിശ്വാസമില്ല. ഖുറാൻ തിരുത്താൻ കഴിയും. നിങ്ങൾക്ക് കുറേ വാക്കുകൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒലമാക്കൾ കൂടിയിട്ട് ഇന്ന വാക്ക് ഇത് വേണ്ട. ഇപ്പൊ ഹിന്ദുരാഷ്ട്രമാണെന്നേ ഇത്. അതെ, ഹിന്ദുരാഷ്ട്രമായതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉള്ളത്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഉള്ളത്, ഹിന്ദു പത്രം ഉള്ളത്, മുസ്ലിം ലീഗ് ഉള്ളത്. മുസ്ലിം ലീഗ് ഉള്ളതും ഹിന്ദുരാഷ്ട്രം ആയതുകൊണ്ടാണ്. അങ്ങനെ പറയാം, അങ്ങനെയും പറയാം. അങ്ങനെ കാരണം മുസ്ലിം രാഷ്ട്രമായിരുന്നെങ്കിൽ അതാണ് 1962 മുതൽ 65 വരെ ക്രിസ്ത്യാനികളുടെ കത്തോലിക്കരുടെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നടന്നു. ആ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ ഹൗ ടു ട്രീറ്റ് അതർ റിലീജിയൻസ്, ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ വന്നു. 3 വർഷത്തെ ചർച്ചയാണ്, 3 വർഷം. ഈ 3 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷം അവരിറക്കിയ ഡോക്യുമെൻറ്റിൽ അവർ പറഞ്ഞു, മറ്റ് മതങ്ങളെ ക്രിസ്തുവിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇൻഫാക്റ്റ് ഇത് ബൈബിളിലില്ല. ബൈബിൾ പറഞ്ഞതിന് വിരുദ്ധമാണ്. ബൈബിളിൽ ഈ 2 ഡിവിഷനേ ഉള്ളൂ, വിശ്വാസി അവിശ്വാസി. ചവിട്ടുപടിയിൽ നിൽക്കുന്നവനൊന്നുമില്ല, ഒന്നിലകത്തല്ലേ പുറത്ത്. പക്ഷേ അവർ ഈ കത്തോലിക്ക സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഭ. അവർ ഈ വ്യത്യാസം വരുത്തി. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് merely because somebody is subscribing to Bible, they are going the letter, every letter of Bible. They have made modifications. ഇസ്ലാം ആ മോഡിഫിക്കേഷൻ ഇതുവരെ വരുത്തിയിട്ടില്ല. ഇസ്ലാമിനുള്ളിൽ ആ മോഡിഫിക്കേഷൻ വരുത്താൻ ശ്രമിച്ചവരെ അവർ വകവരുത്തുകയും ചെയ്തു. അതാണ് ചേകന്നൂർ മൗലവി. സി, I have no problem in accepting a modified Islam. ബട്ട് ഈ പറയുന്ന ISIS മുതൽ പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള ഇസ്ലാമിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത് പറയുമ്പോൾ മൊത്തം മുസ്ലിങ്ങൾ ഇതിൽ വരുന്നില്ല. കാരണം അവർക്കിതൊന്നും അറിഞ്ഞുകൂടാ. അവർ ഹിന്ദുക്കളെ പോലെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ചെറിയ ചോദ്യം, ചേകന്നൂർ മൗലവി ഖുറാൻ തിരുത്തിയിട്ടുണ്ടോ? തിരുത്തിയിട്ടില്ല. തിരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചേകന്നൂർ മൗലവിയെ താങ്കൾ അംഗീകരിക്കുന്നത്? പറയട്ടെ എന്ന്. ഇത് തിരുത്താതെ ഇതിന് വേറൊരു വ്യാഖ്യാനം ചമയ്ക്കുകയാണ് മനുഷ്യൻ ചെയ്തത്. ഇപ്പൊ ഞാൻ നോക്കൂ, യു ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഔലാദ് എന്നൊരു വാക്കുണ്ട്. ഔലാദ് അത് ഉറുദു ആണ്, അറബിക്കാണ്, ഒക്കെയാണ്. പല ഭാഷയിലും ഔലാദ് എന്ന വാക്കുണ്ട്. ഔലാദ് എന്ന വാക്കിന് മക്കൾ എന്നാണ് അർത്ഥം. ഇതാണ് ചേകന്നൂർ മൗലവിയുടെ മറ്റ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരുടെയൊക്കെ വാദം, മക്കൾ എന്നാണ്. അതുകൊണ്ട് അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് എന്ന് വെച്ചാൽ ആണിനും പെണ്ണിനും കൊടുക്കണം എന്നിവർ വാദിക്കുന്നു. ബട്ട് മറ്റേ ഭാഗത്ത് കടുംപിടുത്തുള്ള മുസ്ലിങ്ങൾ പറയുന്നത് ഔലാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺമകൻ എന്നാണ് അർത്ഥം. മകൾ ഇല്ല, മകൻ മാത്രമാണ്. അങ്ങനെ അവർ പിടിച്ചിടം ജയിച്ച് നിൽക്കുകയാണിപ്പോൾ. അച്ഛൻ്റെ സ്വത്തിൽ മകനെ അവകാശമുള്ളൂ, മകൾക്ക് എന്തോ വേറെ എന്തോ ഫോർമുലയൊക്കെ വെച്ചിട്ട് എന്തോ കിട്ടും. ഇല്ല ഒന്നുമില്ല, പക്ഷെ വലിയ ഫോർമുലയൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇതിൽ ഔലാദ് എന്നുള്ള വാക്കിൻ്റെ നിർവചനത്തിൽ ആരുടെ കൂടെ ഞാൻ നിൽക്കും? ഞാൻ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കൂടെ നിൽക്കും. നിങ്ങൾ ഖുറാൻ മുഴുവൻ തള്ളി പറയുന്ന ആളല്ലേ, പിന്നെ എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കൂടെ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്മോൾ റിഫോം ഇൻ മുസ്ലിം. മതങ്ങളുടെ കടുംപിടുത്തം നൂറ്റാണ്ടുകൾ കൊണ്ട് അവർ കുറച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് എന്ത് സ്വഭാവമാണ്? പക്ഷെ താങ്കൾ എങ്ങനെ എന്നെ കൺഫ്യൂസ് ചെയ്തെന്ന് ചോദിച്ചില്ലേ, അത് ഞാൻ ഇവിടെ സമർത്ഥിക്കാം. യു ആർ അട്ടർലി ഇൻ കൺഫ്യൂഷൻ ബിക്കോസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു. മൗലവിയെ താങ്കൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. മൗലവി ഖുറാൻ തിരുത്തിയിട്ടില്ല. ഇല്ല. ഖുറാൻ തിരുത്താൻ കഴിയില്ലെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? ഇല്ല, അങ്ങനെയൊന്നും വിശ്വാസമില്ല. ഖുറാൻ തിരുത്താൻ കഴിയും. നിങ്ങൾക്ക് കുറേ വാക്കുകൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒലമാക്കൾ കൂടിയിട്ട് ഇന്ന വാക്ക് ഇത് വേണ്ട, ഇത് ആധുനിക യുഗത്തിന് യോജിച്ചതല്ല. മോഹൻദാസ് ഓൾവേസ് കൺഫ്യൂസ് മീ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് താങ്കളോടൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ TG മോഹൻദാസ് ഫിലോസഫിയിലെ സമാജബോധം എന്താണെന്ന് താങ്കൾ ക്ലിയർലി a man who is confusing even though I am speaking in representing ഒരുപാട് കൺഫ്യൂസ്ഡ് ആളുകളെയാണ് ഞാൻ പറയട്ടെ. യു ലുക്ക് അറ്റ് ജയപ്രകാശ് നാരായൺ, ചമ്പൽ കൊള്ളക്കാരെ കൊണ്ട് തോക്ക് താഴെ വെപ്പിച്ച മനുഷ്യൻ. അങ്ങേര് ചമ്പൽ കൊള്ളക്കാരെ അംഗീകരിച്ചു എന്ന് സോംദേവ് പറയും, അംഗീകരിച്ചില്ല എന്ന് ഞാൻ പറയും. സോംദേവിൻ്റെ കൺഫ്യൂഷൻ ഇവിടെയാണ്. അങ്ങേര് നിങ്ങൾ തോക്ക് താഴെ വയ്ക്കുക, നിങ്ങളുടെ ശിക്ഷ ഞാൻ കുറച്ച് തരാം, അല്ലെങ്കിൽ ശിക്ഷയെ ഇളവ് ചെയ്തു തരാം. ഹി ഡിഡ് ദാറ്റ്, ഹി ഷോഡ് ഇറ്റ്. എത്ര കൊള്ളക്കാർ തോക്കുകൊണ്ടുവന്ന് ജയപ്രകാശ് നാരായണൻ്റെ കാൽക്കൽ വെച്ചു. ചിലർക്കൊക്കെ അവർ ചെയ്ത ക്രൈംസ് നോക്കിയിട്ട് കുറേ അധികം ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തു. 10 ജീവപര്യന്തം കൊടുക്കേണ്ടവനാണ്.
അവന് വെറും ഒരു ജീവപര്യന്തത്തിൽ അതിൽ തന്നെ കുറേ അധികം ഇളവൊക്കെ ചെയ്തിട്ട് 10 കൊല്ലം കഴിയുമ്പോൾ തുറന്നു വിട്ടു. ഹീസ് എ റിഫോംഡ് മാൻ. ഈ റിഫോംസിനെ നമ്മൾ അംഗീകരിക്കണോ? ഈ റിഫോംസിനെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് ജയപ്രകാശ് നാരായണൻ തോക്കിനെ അംഗീകരിച്ചു എന്ന് വരുന്നുണ്ടോ? ഇല്ല. തോക്ക് താഴെ വയ്ക്കുന്നതിനാണ് അംഗീകരിച്ചത്. ഇതുപോലെ ഖുറാൻ എന്ന് പറയുന്ന ഈ ടോട്ടാലിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ, ഡീപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം, അതിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ ചമ്പലിലെ ചില കൊള്ളക്കാരുകളെങ്കിലും തോക്ക് താഴെ വെച്ച് ഇത് നല്ല കാര്യമല്ല അപ്പം എന്ന് പറഞ്ഞ് തോക്ക് താഴെ വയ്ക്കുമ്പോൾ അവരെ അംഗീകരിക്കണം, വിടണം. അപ്പൊ നിങ്ങൾ പറയും ഈ കണ്ടോ മോഡിഫിക്കേഷൻ ഇമ്പോസിബിൾ ആണ്. കാരണം ഇനിയൊരു പ്രവാചകൻ വന്നിട്ട് വേണ്ടി മോഡിഫൈ ചെയ്യാൻ, മനുഷ്യർക്കത് സാധ്യമല്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ വ്യൂ. ബട്ട് നോക്കൂ, എത്ര മൗലവിമാര് ഇത് മോഡിഫൈ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ട്. ഹ്യൂമൻ ഇൻട്രസ്റ്റ്. അവർ തമ്മിലുള്ള വഴക്കിതല്ലേ, അവരുടെ ഇന്റേണൽ വഴക്കിതാണ്. ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴല്ല, ഒരു 15 വർഷം മുമ്പ് കോഴിക്കോട്ട് നിറങ്ങുന്ന 2 വീക്കിലികൾ തമ്മിൽ വലിയ യുദ്ധം നടന്നു ഇതിൻ്റെ പേരിൽ, ഈ 3 വരികളുടെ പേരിൽ. കാരണം ഇവരുടെ മദ്രസയിൽ അത് പഠിപ്പിക്കുന്നില്ല, മറ്റവരത് പഠിപ്പിക്കുന്നു. അവരത് ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ഇവർ പറഞ്ഞു, ഇല്ല, അത് പിള്ളേരെ പഠിപ്പിക്കേണ്ടതല്ല. ഇതാണ് ഇവരുടെ വാദം. എന്താ പിള്ളേരെ പഠിപ്പിച്ചാൽ? അതിപ്പോൾ നിന്നോട് പറയാൻ സൗകര്യമില്ല. പിന്നെ ഉടക്കായി 2 വീക്കിലുകളാണ്, ഓരോ ആഴ്ച ഓരോ വെള്ളിയാഴ്ച ഇറങ്ങുന്ന വീക്കിലുകളാണ്. സോ ദർ ഈസ് എ ഫോഴ്സ് വിച്ച് ഈസ് ട്രൈങ് ടു റിഫോം ഇസ്ലാം ദാറ്റ് പ്ലീസ് സ്റ്റോപ്പ് ദിസ് വയലൻസ്. ഇത് ശരിയല്ല. ആ 2000 വരികളിൽ അപകടം പതുങ്ങിയിരിക്കുന്നു. അതെടുത്ത് കളഞ്ഞില്ലെങ്കിലും അത് നമ്മൾ കാര്യമായിട്ട് ഗൗരവം കൊടുക്കാതെ മാറ്റിയെങ്കിലും വെച്ചാൽ മതി എന്നൊക്കെയുള്ളത്. ഇതെല്ലാം വളരെ ചെറിയ റിഫോമിസ്റ്റ് സംരംഭങ്ങളാണ്. അതിനെ പിന്തുണയ്ക്കേണ്ട ഒരു മനുഷ്യൻ എന്നുള്ളത് എനിക്ക് ഒരാൾ നന്നാവാനും നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചും എന്നെ പോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും ടി ജി മോഹൻദാസ് ഫിലോസഫി വീണ്ടും കേരളത്തിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണോ എന്നുള്ളൊരു ഒന്ന്, ജനാധിപത്യപരമായി മോഹൻദാസ് ഫിലോസഫി എന്ന് പറഞ്ഞൊന്നുമില്ല. ഐ റിപ്പീറ്റ് ദാറ്റ്. എനിക്കുള്ളത് ഭാരതത്തിന്റെ ഫിലോസഫി എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്ന സാധാരണ മനുഷ്യനാണ് ഞാൻ. ഇതിനോടനുബന്ധപ്പെട്ട് നമുക്ക് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം കൂടി. ഹിന്ദു രാഷ്ട്രം സാധ്യമാണോ? ഇത് ആണല്ലോ, ഹിന്ദു രാഷ്ട്രം സാധ്യമാണ്. ഹിന്ദു രാഷ്ട്രം ഇപ്പൊ ഹിന്ദു രാഷ്ട്രം അല്ലേ ഇത്? മുസ്ലിമുകളുള്ള ഹിന്ദു രാഷ്ട്രം. അതെ, ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിം ഇല്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഹിന്ദു രാഷ്ട്രമാണെന്നേ ഇത്. അതെ, ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉള്ളത്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഉള്ളത്, ഹിന്ദു പത്രം ഉള്ളത്, മുസ്ലിം ലീഗ് ഉള്ളത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതായിക്കോട്ടെ, SNDP ഇല്ലേ, NSS ഇല്ലേ. മുസ്ലിം ലീഗ് ഉള്ളതും ഹിന്ദു രാഷ്ട്രം ആയതുകൊണ്ടാണ്, അങ്ങനെ പറയാം. അങ്ങനെയും പറയാം. അങ്ങനെ കാരണം മുസ്ലിം രാഷ്ട്രമായിരുന്നെങ്കിൽ താങ്കളുടെ ഫിലോസഫിയുടെ പ്രത്യേകത. ഗുഡ്. ഞാൻ പറയാം, മുസ്ലിം രാഷ്ട്രമായിരുന്നെങ്കിൽ അവിടെ ഒരു ഹിന്ദു ലീഗ് പെർമിറ്റഡ് ആകുമോ? ഹിന്ദു ലീഗിന് ശ്രമം നടത്തുന്ന അലി അക്ബറിനെ പോലുള്ളവരെ തഴയുന്ന ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തിൽ ഒരു ഹിന്ദു ലീഗ് ഉണ്ടോ? ഇല്ല. പക്ഷേ ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്. അതാണ് ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രത്യേകത.